ഏലം കൃഷിയെ ചേർത്തുപിടിച്ച് അർബുദ രോഗത്തെ പരാജയപ്പെടുത്തി ജീവിതം തിരിച്ചുപിടിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി രാജു ദിവാകരൻ. രക്താർബുദത്തിൻ്റെ വേദനയും നീണ്ട നാളത്തെ കീമോതെറാപ്പിയുടെ ക്ഷീണവും മറന്ന് ഏലത്തിൻ്റെ സുഗന്ധത്തിൽ ജീവിതം വീണ്ടും പടുത്തുയർത്തുകയാണ് ഇദ്ദേഹം. 2019 നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശി രാജു ദിവാകരന് രക്താർബുദം സ്ഥിരീകരിച്ചത്. തുടർച്ചയായ ചികിത്സകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ജീവിതത്തെ ഏറെ തളർത്തി. എന്നാൽ തന്റെ മനോധൈര്യം രോഗം കവർന്നെടുക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. ചികിത്സകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ തിരഞ്ഞെടുത്ത വഴി കൃഷിയായിരുന്നു. വെറും 50 സെന്റ് സ്ഥലത്ത് ഏലം കൃഷിയിലൂടെയായിരുന്നു തുടക്കം. പലരും കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് വിലയിരുത്തിയ ഭൂമിയിലായിരുന്നു പരീക്ഷണം. ആത്മവിശ്വാസവും ശാസ്ത്രീയ കൃഷിരീതികളും ഈ പരീക്ഷണത്തെ വൻ വിജയമാക്കി. ഇന്ന് ഏലം കൃഷി 4.5 ഏക്കറിലേക്ക് വളർന്നു. ഈ യാത്രയിൽ ഭാര്യ സരസാ രാജുവും ഒപ്പമുണ്ട്. പൂർണ്ണമായും ജൈവ സൗഹൃദ സമീപനമാണ് ഇവർ കൃഷിയിൽ പിന്തുടരുന്നത്. RCCയിലൊരു പോയി കുറേ 4-5 വർഷത്തോളം ചികിത്സിക്കേണ്ടി വന്നു. അവരൊരു 10-12 ഹീമയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സുഖമില്ലാന്ന് ഓർത്ത് വീട്ടിലിരിക്കണ്ട, അത് ശരിയാകുകയെന്നുകൊണ്ട് അതുകൊണ്ട് കൃഷിയിലേക്ക് ഇറങ്ങി തൊഴിലാളികളോട് കൂടിയും അല്ലാതെയും ഒക്കെ നമ്മൾ ഈ രംഗത്ത് പിന്നെ വ്യാപകമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. അർബുദത്തെ തോൽപ്പിച്ചത് മരുന്നുകൾ മാത്രമായിരുന്നില്ല, മണ്ണിനോടുള്ള സ്നേഹവും അധ്വാനവും ആത്മവിശ്വാസവും കൂടിയായിരുന്നു. രോഗത്തിന്റെ ഇരുണ്ട ദിനങ്ങളിൽ നിന്ന് പ്രതീക്ഷയുടെ പച്ചപ്പിലേക്ക് നടന്നു കയറിയ രാജു ദിവാകരന്റെ ജീവിതം ഇന്ന് നിരവധി രോഗികൾക്കും കർഷകർക്കും ഒരുപോലെ പ്രചോദനമാണ്. ഏലത്തിന്റെ ഓരോ കതിരിലും നിറയുന്നത് വിളവിന്റെ സുഗന്ധം മാത്രമല്ല, തോൽവി സമ്മതിക്കാത്ത ഒരു മനുഷ്യന്റെ വിജയഗാഥ കൂടിയാണ്. അമൃത ന്യൂസ്, ഇടുക്കി.